ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ ക്ലാസിക് സ്റ്റോക്ക് ട്രേഡ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന വർഷങ്ങളിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ടോപ്പ് 5 സെക്ടറുകളെക്കുറിച്ച് സംസാരിക്കാൻ പോകുകയാണ്. നിങ്ങൾ ഒരു തുടക്കക്കാരനോ പരിചയസമ്പന്നനായ നിക്ഷേപകനോ ആകട്ടെ, ഏറ്റവും മികച്ച വളർച്ചാ സാധ്യതകളുള്ള സെക്ടറുകൾ ഏതാണെന്ന് അറിയുന്നത് ഒരു മികച്ച ഭാവിക്ക് തയ്യാറായ പോർട്ട്ഫോളിയോ നിർമ്മിക്കാൻ നിങ്ങളെ സഹായിക്കും. ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഐടി സർവീസ്. ഇന്ത്യയുടെ ഐടി ടെക്നോളജി സെക്ടർ ഇപ്പോഴും ഒരു ശക്തികേന്ദ്രമാണ്. 5G, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ അതിവേഗ മുന്നേറ്റങ്ങളോടൊപ്പം ഇന്ത്യൻ ഐടി കമ്പനികൾ ആഗോളതലത്തിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്നു. ഇൻഫോസിസ്, ടിസിഎസ്, HCL ടെക്നോളജീസ് തുടങ്ങിയ ഭീമന്മാർ ലോകമെമ്പാടും അവരുടെ സേവനങ്ങൾ വ്യാപിപ്പിക്കുന്നു. ബിസിനസ്സുകളുടെയും സർക്കാരുകളുടെയും ഡിജിറ്റൽ അഡോപ്ഷൻ വർദ്ധിക്കുന്നതിനാൽ ഈ സെക്ടർ പ്രതിവർഷം 15% മുതൽ 20% വരെ വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വ്യവസായങ്ങളിലുടനീളം ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വേഗത്തിലാകുന്നു. AI-യും ഓട്ടോമേഷനും പുതിയ ബിസിനസ് അവസരങ്ങൾ സൃഷ്ടിക്കുന്നത് തുടരും. ആഗോള വിപണികളിൽ നിന്നുള്ള വർദ്ധിച്ച ഡിമാൻഡ് കാരണം ഐടി കയറ്റുമതി വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെക്കൊണ്ട് ടെക്നോളജി, ഐടി സർവീസസ് എന്നിവ നിക്ഷേപകർക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു പ്രധാന സെക്ടറാണ്. റിന്യൂവബിൾ എനർജി. ക്ലീൻ എനർജിയോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത റിന്യൂവബിൾ എനർജി സെക്ടറിൽ വലിയ വളർച്ചയ്ക്ക് കാരണമാകുന്നു. സോളാർ, വിൻഡ് എനർജി സ്റ്റോറേജ് കമ്പനികൾ അവരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നു. ഇതിനു പിന്നിൽ സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടുള്ള സർക്കാർ നയങ്ങളുണ്ട്. ഡാറ്റ പവർ, അദാനി ഗ്രീൻ എനർജി, റിന്യൂ പവർ തുടങ്ങിയ മുൻനിര സ്ഥാപനങ്ങൾ ഈ മാറ്റത്തിന് നേതൃത്വം നൽകുന്നു. ഈ സെക്ടർ ഏകദേശം 18% മുതൽ 25% വരെ CAGR-ൽ വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വർദ്ധിച്ചുവരുന്ന പാരിസ്ഥിതിക അവബോധവും ആഗോള സമ്മർദ്ദവും വലിയ നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നു. സുസ്ഥിരമായ ഊർജ്ജത്തിന്റെ ഭാവിയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരു മികച്ച സെക്ടറാണ്. റിന്യൂവബിൾ എനർജി ഒരു ട്രെൻഡ് മാത്രമല്ല, ഇത് ഇന്ത്യയുടെ ശുദ്ധമായ, കൂടുതൽ സുസ്ഥിരമായ വളർച്ചയുടെ നട്ടെല്ലാണ്. ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ. ജനറിക് ഫാർമസ്യൂട്ടിക്കൽസിൽ ഇന്ത്യ ഒരു ആഗോള നേതാവാണ്. കൂടാതെ ആഭ്യന്തര ഡിമാൻഡും കയറ്റുമതിയും വർദ്ധിക്കുന്നതിനനുസരിച്ച് ഹെൽത്ത് കെയർ സെക്ടർ അതിവേഗം വളരുകയാണ്. വർദ്ധിച്ചുവരുന്ന പ്രായമായ ജനസംഖ്യയും ആരോഗ്യപരമായ അവബോധവും കാരണം സൺ ഫാർമ, സിപ്ല, ഡോ. റെഡ്ഡീസ് ലബോറട്ടറീസ് തുടങ്ങിയ കമ്പനികൾ അവരുടെ ഗവേഷണം, ഇന്നൊവേഷൻ, ഉത്പാദനശേഷി എന്നിവ വർദ്ധിപ്പിക്കുന്നു. പ്രതിവർഷം ഏകദേശം 12% മുതൽ 18% വരെ വളർച്ചാ നിരക്ക് പ്രതീക്ഷിക്കുന്നു. സർക്കാർ ഹെൽത്ത് കെയർ ചെലവുകളും ലഭ്യതയും വർദ്ധിക്കുന്നു. താങ്ങാനാവുന്ന മരുന്നുകൾക്കുള്ള ആഗോള ഡിമാൻഡ് കാരണം കയറ്റുമതി അവസരങ്ങൾ വർദ്ധിക്കുന്നു. ഹെൽത്ത് കെയർ, ഫാർമ എന്നിവ ശക്തമായ ദീർഘകാല സാധ്യതകളുള്ള ഒരു പ്രതിരോധശേഷിയുള്ള നിക്ഷേപ സെക്ടറാണ്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റിയൽ എസ്റ്റേറ്റ്. നഗരവൽക്കരണം, സ്മാർട്ട് സിറ്റീസ് പോലുള്ള സർക്കാർ പദ്ധതികൾ, ഭവന നിർമ്മാണത്തിനുള്ള വർദ്ധിച്ച ഡിമാൻഡ് എന്നിവ കാരണം ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ ഒരു കുതിപ്പിന് തയ്യാറെടുക്കുന്നു. ലാർസൻ ഒ ടൂബ്രോ, അൾട്രാടെക് സിമന്റ്, ഗോട്ടേജ് പ്രോപ്പർട്ടീസ് തുടങ്ങിയ കമ്പനികൾ റോഡുകൾ മുതൽ റെസിഡൻഷ്യൽ, കൊമേഴ്സ്യൽ ഡെവലപ്മെന്റുകൾ വരെയുള്ള പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നു. ഇൻഫ്രാസ്ട്രക്ചർ പ്രതിവർഷം 10% മുതൽ 15% വരെ വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ങാനാവുന്ന ഭവന നിർമ്മാണത്തിനും മെട്രോ വികസനങ്ങൾക്കുമുള്ള നീക്കം വളർച്ചയ്ക്ക് ഇന്ധനമാകുന്നു. ഹൈവേകൾ, വിമാനത്താവളങ്ങൾ, യൂട്ടിലിറ്റികൾ എന്നിവയിലെ മൂലധന നിക്ഷേപങ്ങൾ വേഗത്തിലാകുന്നു. ഇന്ത്യയുടെ വികസന കഥയുമായി ബന്ധപ്പെട്ട സ്ഥിരമായ വളർച്ച ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഒരു പ്രധാന സെക്ടറാണ്. ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ഫിൻടെക്. ഫിൻടെക് ഇന്നോവേഷനുകളും ഡിജിറ്റൽ പേയ്മെന്റുകളും ആളുകൾ പണം കൈകാര്യം ചെയ്യുന്ന രീതി മാറ്റുന്നതിനാൽ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സെക്ടർ വലിയ മാറ്റത്തിന് വിധേയമാകുന്നു. UPI, ഓൺലൈൻ വായ്പ, മൊബൈൽ വാലറ്റുകൾ എന്നിവയുടെ വളർച്ച HDFC ബാങ്ക്, പേടിഎം, ഫോൺപേ തുടങ്ങിയ കമ്പനികളെ അതിവേഗ വളർച്ചയിലേക്ക് നയിച്ചു. ഡിജിറ്റൽ പേയ്മെന്റ് മാർക്കറ്റ് 2026-ഓടെ $10 ട്രില്യൺ കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ വർദ്ധിക്കുന്നത് ദശലക്ഷക്കണക്കിന് ആളുകളെ ഔദ്യോഗിക സാമ്പത്തിക മേഖലയിലേക്ക് കൊണ്ടുവരുന്നു. ഈ സെക്ടർ പരമ്പരാഗത ബാങ്കിംഗ് ശക്തിയെയും ഫിൻടെക് ഇന്നോവേഷനെയും സംയോജിപ്പിക്കുന്നു. ഇന്ത്യയിലെ ധനകാര്യത്തിന്റെ തുടർച്ചയായ ഡിജിറ്റൈസേഷനിൽ വിശ്വസിക്കുന്ന നിക്ഷേപകർക്ക് ഇത് ഒരു ആവേശകരമായ മേഖലയാണ്. അപ്പോൾ ഇതാണ് വരും വർഷങ്ങളിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട ടോപ്പ് 5 സെക്ടറുകൾ: ടെക്നോളജി, റിന്യൂവബിൾ എനർജി, ഫാർമസ്യൂട്ടിക്കൽസ്, ഇൻഫ്രാസ്ട്രക്ചർ, ഫിനാൻഷ്യൽ സർവീസ്. ഓരോ സെക്ടറിനും ഇന്നോവേഷൻ, സർക്കാർ പിന്തുണ, ഉപഭോക്തൃ സ്വഭാവത്തിലെ മാറ്റങ്ങൾ എന്നിവയുടെ പിൻബലമുള്ള തനതായ വളർച്ചാ ഘടകങ്ങളുണ്ട്.